ഫ്രണ്ട്സ് ടൂറിട്ടപ്പോൾ ഹീറോയ്ക്ക് ഒരു ഡ്രസ്സ് കൊടുത്തത് ചൂതലുമല്ല ഒരു ജീൻസ് പാൻറ്റ് ടോപ്പായിരുന്നു. ടോപ്പ് ജീൻസ് പാൻറ്റ് നല്ല ഡ്രസ്സായിരുന്നു. ഒരു പറഞ്ഞ അങ്ങനെ പിങ്ക് ഡ്രസ്സ്, പിങ്ക് ബ്ലൂ പിങ്ക് നല്ല ക്യൂട്ട് ഡ്രസ്സായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെ ഹീറോയി പോയായിരുന്നു. അങ്ങനെ ടിക്കറ്റില്ല ഫ്രണ്ട്സെല്ലാം പറയായിരുന്നു മച്ചി ടെൻഷനൊന്നും നോക്കണ്ട. അങ്ങനെ ആയിട്ട് ഹീറോയി ആ പ്ലേസൊക്കെ വന്നെടുത്ത് കാല് വെച്ചിരുന്നു. ഹീറോയിൻ്റെ മനസ്സ് പടപട അടിക്കായിരുന്നു. അങ്ങനെ 7 പേർ പാട്ട് പാടുന്നത് വോയിസ് കേൾക്കായിരുന്നു. ഹീറോയിൻ നോക്കായിരുന്നു. അതെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹീറോയിൻ നോക്കിയിരുന്നു, താഴെ ബഗ്ഗിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്നെ നോക്കായിരുന്നു. ഇവർ വരാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. 7 മെമ്പേഴ്സ് വരുന്നത് മുമ്പ് പാടിയതല്ല കാട്ടായിരുന്നു. അങ്ങനെ 7 പേർ മെമ്പേഴ്സ് വന്നായിരുന്നു. പേര് വിളിച്ച് വച്ചുണ്ടാക്കായിരുന്നു. 7 പേർ പാട്ട് പാടായിരുന്നു. ഇതിലിട്ട് അങ്ങനെ പാട്ട് പാടായിരുന്നു. അതെ പാട്ട് മീനിങ് അവിടെ റെഡ് ഹാർട്ട് എല്ലാം ഉള്ളൂ. അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഒരു പാട്ട് മീനിങ്. അങ്ങനെ പാട്ട് പാടി ഡാൻസ് കളിക്കായിരുന്നു. ഇങ്ങനെ ഡാൻസ് കളിച്ച് യഥാർത്ഥ ജിമ്മിൽ നോക്കരുത്. ജിമ്മിൽ നോക്കി ഹീറോയിനെ കണ്ടു. അങ്ങനെ കണ്ടുക്കാതെ മാറി ഡാൻസ് കളിച്ച് ഹീറോയിനെ നോക്കിയിട്ട് മെമ്പേഴ്സിനോട് പറയായിരുന്നു. അങ്ങനെ മെമ്പേഴ്സ് കണ്ടുക്കാതെ അറിയാതെ മാറി എല്ലാവരും ആർമീസ് നോക്കുന്ന മാതിരി നല്ല പാട്ട് പാടി ഹീറോയിനെ നോക്കി. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനായിട്ട് പാട്ട് പാടി ഡാൻസ് നന്നായിട്ട് കളിക്കായിരുന്നു. അത് മാത്രമല്ല അവർ വരുന്ന മുമ്പ് ഒരു ഫോട്ടോസ് കൊടുത്തായിരുന്നു. അതെ നമുക്കിപ്പോൾ പാഷ് ബാക്ക് നോക്കാം. അങ്ങനെ ഹീറോയി അങ്ങനെ അകത്ത് വരുന്ന മുമ്പ് ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ആറമ്മൻ്റെ ബോഡി ഗാർഡ് അതിൽ വെളിയിലുണ്ടായിരുന്നു. വെളിയിൽ പറഞ്ഞ അതിലൊരു ബോഡി ഗാർഡ് ഓൾറെഡി ഡ്രോയിങ് കട്ടായിരുന്നു. ഈ കുട്ടി കണ്ടിട്ട് ഇതാക്കണം. ആ ബോഡി ഗാർഡ് ഓൾറെഡി ഹീറോയുടെ പേര് ചെക്കാൻ കൺഫേമായി. അത് മാത്രമല്ല അത് ഹീറോയിന്ന് കൺഫേമായി. അതിനകത്ത് പോയിക്കോ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിന് നോക്കി ഒരു ലുക്ക് വെക്കായിരുന്നു. അങ്ങനെ ലുക്ക് ചെയ്തായിരുന്നു. അകത്ത് വിട്ടതായിരുന്നു ഹീറോയിനെ. അങ്ങനെ ആ സെക്യൂരിറ്റി നോക്കിയിട്ട് ഉണ്ടാതിരുന്നായിരുന്നു ആ ബോഡി ഗാർഡ്. അങ്ങനെ പിന്നെ ഒരു ബോഡി ഗാർഡ് കോൾ ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഹീറോയി വന്നു. അതുകൊണ്ട് ഹീറോയിനെ ശരി ബോസ് ഇവരെ കണ്ട് ഞങ്ങൾ അകത്ത് പോകാൻ പറഞ്ഞു. അതിൽ സെക്യൂരിറ്റിക്ക് ഓൾറെഡി മാനേജറായിരുന്നു, സെക്യൂരിറ്റി ആയിരുന്നു. സെക്യൂരിറ്റി കൺഫേം ആയി അത് ബോഡി ഗാർഡാണ്. സെക്യൂരിറ്റി ശരി ബോസ് തേടുന്ന പെൺകുട്ടി ഇവരാണ്. ശരി ഓക്കെ 7 മെമ്പേഴ്സ് നോക്കി അവർ സെലക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ബോഡി ഗാർഡ് നോക്കി. ബോഡി ഗാർഡ് ആറമ്മനെ നോക്കിയിരുന്നു. കണ്ണ് ആനയെ കെട്ടിയായിരുന്നു. പറഞ്ഞ മീനിങ് മനസ്സിലായി ആ ബോഡി ഗാർഡ്ക്ക്. ശരി ഈ മാം വന്നെ. അങ്ങനെ ഹീറോ ഡാൻസ് കളിക്കായിരുന്നു നോക്കിയുണ്ടായിരുന്നു ബോഡി ഗാർഡ്. അങ്ങനെ പാട്ട് ഡാൻസ് എല്ലാം കഴിഞ്ഞായിരുന്നു. നാളെ ഓട്ടോഗ്രാഫ് പിന്നെ പാതി ഓട്ടോഗ്രാഫ് എല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ ബാക്കി നാളെ നോക്കാമെന്ന് ഹീറോ 7 പേർ ഹീറോയിനെ ഒരുമാതിരി ലുക്ക് ചെയ്ത. ഇത് റോസുക്കും പൂജക്കും അവർക്കെല്ലാം ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെയല്ല പ്രിയൊക്കെ കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. ഒരു ശരിയില്ലല്ലോ നമ്മളെ നോക്കുന്ന മതിയുണ്ട് ഹീറോയിനെ നോക്കുന്നത്. ഞങ്ങൾ പ്രിയനെ അല്ല ആയിഷയെ നോക്കുന്ന മതിയുണ്ടല്ലോ. 7 പേർ എന്ത് സംസാരിക്കുന്നു മനസ്സിലാവില്ല. അങ്ങനെ ആയിഷ അങ്ങനെ ആയിട്ട് വെളിയിൽ പോകാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ബോഡി ഗാർഡ് സ്റ്റോപ്പ് എന്ന് നിൽക്കാൻ പറയായിരുന്നു. എന്താണെങ്കിൽ പൂജം കേട്ടായിരുന്നു. ഇല്ലമ്മ ആയിഷയല്ലേ നിങ്ങളെ പേര്. ഹീറോ ഷോക്കായിട്ട് നോക്കാതെ അതിലൊരു നിൽക്കവിടെ വരുന്നായിരുന്നു. മാം നിങ്ങൾ വരാൻ പറഞ്ഞു. അതിലൊരു സെക്യൂരിറ്റി പാടി വന്നു. നിങ്ങൾ ആയിഷല്ല അതെ എന്ന് പറയായിരുന്നു. നിങ്ങളെ ബോസ് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് ശരിപ്പാ ഫ്രണ്ട്സാ അകത്ത് പോയിക്കോ എന്ന് പറയായിരുന്നു. ഹീറോ അകത്ത് വന്നായിരുന്നു. അങ്ങനെ ബോസിൻ്റെ റൂം ആയതെന്ത് സെക്യൂരിറ്റി ആയിരുന്നു. ഹീറോ അകത്ത് പോയായിരുന്നു. അങ്ങനെ 7 മെമ്പേഴ്സ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഷോക്കായിരുന്നു. 7 മെമ്പർ ഹീറോയിൻ എന്നിട്ട് ലുക്ക് ചെയ്തായിരുന്നു. ഹായ് സർ, ഹായ് നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറയായിരുന്നു. അവിടെ 6 മണിക്ക് പോകുന്നതായിരുന്നു. ആയിഷ എന്ന് പറയായിരുന്നു. എന്താ സർ പറഞ്ഞു എന്ന് പറയുന്നു. ഓക്കെ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആയിഷ നാളെ മീറ്റ് ചെയ്യാം. അത് മാത്രമല്ല നീ നാളെ ഇത് കഴിഞ്ഞ പിന്നെ ഒരു ബ്ലാക്ക് കാറുണ്ടാവും, നീ അതിൽ കയറിക്കോ. ഇതാണ്ട് ഫോൺ നമ്പർ കോൾ ചെയ്തിട്ട് പറയണം മനസ്സിലായോ. എൻ്റെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. സാർ അതൊക്കെ പറഞ്ഞു കേട്ടോ എന്ന് പറയായിരുന്നു. ഓക്കെ എനിക്ക് നാളെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയിൻ്റെ അഡ്രസ്സ് കേട്ടായിരുന്നു. ശരി ആയിഷ എൻ്റെ ഫുൾ ഹൗസ് എന്ന് പറയുന്നു. സാർ നാളെ വരാൻ പറ്റില്ല എനിക്ക് എന്ന് ആയിഷ പറയായിരുന്നു. ഓട്ടോഗ്രാഫ് സാർ നാളെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ആയിഷ പറയായിരുന്നു. ഹീറോയുടെ റൂം ചേഞ്ച് ആയിരുന്നു. അപ്പം എൻ്റെ ഫുൾ ഹൗസിൽ അഡ്രസ്സ് പറയാം വണ്ണ ചുമ്മാ കേൾക്കുന്ന പറഞ്ഞ് ഹീറോയി പറഞ്ഞായിരുന്നു. അങ്ങനെ ആയിഷ ശരി ഓക്കെ പറഞ്ഞ് ഹീറോയി അവിടെ പോയായിരുന്നു. 7 പേർ ഹീറോയിനെ നോക്കുമായിരുന്നു. അതെ ഹീറോയ്ക്ക് നാളെ എക്സാമാണ്, അതുകൊണ്ട് നൈറ്റ് ഉറങ്ങി റെസ്റ്റ് എടുത്ത് പഠിക്കാറുണ്ട്. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് കോളേജിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിലേക്ക് ആയിഷ കോളേജിൽ പോയി. അങ്ങനെ PTC മെമ്പർ ശരി ഷൂട്ടിംഗ്
നൈറ്റല്ലേ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഹീറോയിൻ കോളേജിലേക്ക് പോയായിരുന്നു. 7 മെമ്പേഴ്സ് ഹീറോയിൻ്റെ വീട്ടിൽ പോയി കാർ സ്റ്റോപ്പായി ഇറങ്ങി. 7 ബോയ്സ് ഇറങ്ങിയായിരുന്നു. ആയിഷന് അപ്പോൾ അവിടെ പറഞ്ഞേ, എനിക്കിന്ന് ജോലിയൊന്നുമില്ല, പണിക്ക് പോയില്ല, ഇന്ന് ലീവാ എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കായിരുന്നു. പത്രം വായിച്ചുകൊണ്ട് അങ്ങനെ 7 അതിൽ ഇങ്ങനെ പറഞ്ഞ് അവർ 7 പേരെ ഇറങ്ങി. അതുമാത്രമല്ല അവിടെ ഒരു കാർ മുമ്പ് വന്ന് നിന്നു. അതിലൊരു ചക്കരുണ്ടായിരുന്നു. ഇങ്ങനെ അകത്ത് പോയായിരുന്നു. ടെൻഷനിൽ പോയിരുന്നു. 7 മെമ്പേഴ്സ് പുറകിൽ വന്നായിരുന്നു. അതുകൊണ്ട് അവിടെ പിടിച്ച് നമുക്ക് ഇപ്പോൾ ലാംഗ്വേജ് അറിയും. അതുകൊണ്ട് ഹീറോയിൻ്റെ ലാംഗ്വേജ് കണ്ടിട്ട് 7 പേർക്കും കഷ്ടപ്പെട്ട് പഠിച്ചായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം അറിയും. അതുകൊണ്ട് ഹീറോയിനോട് ചെക്കൻ വന്ന് പറയായിരുന്നു, അങ്കിൾ നിങ്ങൾ മോളെ ഞാൻ ലവ് എനിക്ക് മാരേജ് കഴിച്ച് തരാം എന്നിട്ട് ചെക്കൻ പോയി പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ പപ്പ പറയായിരുന്നു, അങ്ങനെ ഒന്നും പറ്റില്ലപ്പാ, മാരേജ് കഴിച്ച് കൊടുക്കണം പറഞ്ഞാൽ ഞാനക്ക് ഫോറിൻ മാപ്പിള വേണം. ഇങ്ങനെ ഹീറോയിൻ്റെ പപ്പ ഒരാളെ മാറി പറയായിരുന്നു. ഫോറിനാ? അതെപ്പാ, നീൻ്റെ ഓൾറെഡി നീ സെറ്റാല, എൻ്റെ മോൾക്ക് വൈറ്റായിട്ട് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എവിടേക്ക് പോവാ, ഞാനെന്ത് സുന്ദരനാ, അങ്ങനെ ഇങ്ങനെ വഴക്ക് പറയായിരുന്നു. ഹീറോയിൻ്റെ പപ്പ പറയില്ല, ഇല്ലപ്പാ എൻ്റെ മോൾക്ക് വേണം പാർട്ട്ണർ, കറക്റ്റ് പാർട്ട്ണറെ ഞാൻ മാരേജ് ചെയ്യിച്ച് കൊടുക്കും, എൻ്റെ മോൾക്ക് നിന്നെ ഇഷ്ടമില്ല പറഞ്ഞിട്ടുണ്ട്, നീ എന്നെപ്പാ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ പപ്പ വഴക്കുണ്ടാക്കായിരുന്നു. സ്കിമി എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ പപ്പ തിരിഞ്ഞു നോക്കി ഫ്ലാറ്റായി. വാ ഇവരാരാ, എന്ത് ഭംഗിയായിട്ടുണ്ട് ചിക്കൻ പറയുന്നത് പറഞ്ഞ് വായി പോകുന്നു. അങ്ങനെ ഹീറോയിൻ്റെ പപ്പ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഷോക്കായിരുന്നു. ഇവർ ആ ടി വിയിലുള്ള പയ്യന്മാരല്ലേ, അകത്ത് പാപ്പ അടിയിരുന്നു എന്ന് പറയായിരുന്നു. ആ ചെക്കൻ പറയായിരുന്നു, അനെ ഇല്ലപ്പാ അത് പറയാൻ പറ്റില്ല. ആ ചെക്കൻ കോൾ വന്നു. ആ ചെക്കൻ ശരി നാളെ വന്ന് പറയാം, നാളെ എന്ന് പറയായിരുന്നു. ഇല്ലപ്പാ അതൊന്നും തെറ്റില്ല, എൻ്റെ മോക്കിന് പിടിച്ചില്ല. ഇല്ല ഞാൻ നമുക്ക് കോൾ വന്നു എന്നാ ചെക്കൻ പറഞ്ഞു. എൻ്റെപ്പാ നിങ്ങൾ PTS മെമ്പേഴ്സ് ഏതോ ഒരു ബാൻഡ് അല്ല PTS മെമ്പേഴ്സ്, ഓ വാട്സ് ബോയ്സ്, നിങ്ങൾ 7 ബോയ്സ് ആണല്ലേ? അതെ, എന്താപ്പാ ഇയാൾ വന്നത് എന്ന് ഹീറോ പാപ്പ കേൾക്കായിരുന്നു. ഹീറോ പാപ്പ നല്ല സംസാരിക്കുന്നത് കേട്ട് ഷോക്കായിരുന്നു. നിങ്ങൾക്ക് കൊറിയൻ അറിയോ? ആ കൊറിയൻ അറിയപ്പാ, ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെനിക്ക് അറിയാം പേര് പറഞ്ഞു. 7 പേർക്ക് ഷോക്കായിരുന്നു. എന്താ അത് നിങ്ങളെ ഫ്രണ്ടാ? ഷോക്ക്